ഏതെങ്കിലും പ്രാർത്ഥനകളിലേക്ക് അച്ഛനോട് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ അത് കർത്താവിൽ സമർപ്പിക്കേണ്ട സമയമാണ്. പ്രസവ സംബന്ധമായ തടസ്സങ്ങളുള്ളവരുണ്ട്, അവരെ കർത്താവ് കാണിക്കുന്നുണ്ട്. അവരെ കർത്താവ് ശക്തിപ്പെടുത്തുന്നുണ്ട്. അവർക്ക് അപകടമില്ല, അവർ സുഖമായി പ്രസവിക്കുമെന്ന് ഈശോ അറിയിക്കുന്നുണ്ട്. വേഗുലപ്പെരുണ്ടെന്ന് പറയുന്നു. ശരീരത്തിൽ സിസ്റ്റ് കിടക്കുന്നവരുണ്ട്, അവർ കാണിക്കുന്നുണ്ട് കർത്താവ്. ചില അവയവങ്ങളുടെ താഴെ ഏറ്റവും ബോട്ടം സൈഡിലെ ലിക്വിഡ് കിടക്കുന്നവരും ലിക്വിഡ് കണ്ടാമിനേറ്റ് ആയിട്ടുള്ളവരുണ്ട്. ഇൻഫെക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്ന തരത്തിലുള്ള ലിക്വിഡ് ഫോം ചെയ്യുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. വൃഷണങ്ങളിലുണ്ടാകുന്ന ബീജത്തിന്റെ വറ്റല്, കൗണ്ടില്ലാത്ത വിഷയങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണിത്. അത് മെസ്സേജിലുള്ള ഭാഗങ്ങളാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ചില കാര്യങ്ങള് ജോലിക്ക് വെച്ചത് തെറ്റിപ്പോയല്ലോ എന്നോർത്ത് വിഷമിക്കുന്നവരുണ്ട്. ചില ഓപ്ഷൻ വെച്ചിരിക്കുന്നത് തെറ്റിപ്പോയല്ലോ, അതല്ലല്ലോ വെക്കേണ്ടിയിരുന്നത്, അതിന് ജോലി സാധ്യത കുറവാണല്ലോ, വേറെ ആണല്ലോ വെക്കേണ്ടിയിരുന്നതെന്ന് ചിന്തിക്കുന്നവരെ ആ വേദന ഈശോ ഈ വിഷയത്തെ ഏൽപ്പിക്കാൻ പറഞ്ഞിരിക്കുന്ന കർത്താവ് അതിനെ നിനക്ക് അനുയോജ്യമായൊരു ക്രമീകരണം വരുന്നുണ്ട്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. രോഗങ്ങള്, വിസർപ്പ രോഗങ്ങള്, സോറിയാസിസ് രോഗങ്ങള്, വെരിക്കോസ് രോഗങ്ങള് കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ, ശ്രുതിക്കട്ടെ. കർത്താവെ, നിന്റെ തിരുമുറിവാർന്ന വലത് കരം കൊണ്ട് ത്വക്ക് രോഗങ്ങള്, വെള്ളപ്പാണ്ടുകള്, പാണ്ടുകള്, മുടികൊഴിച്ചിലുകള്, കണ്ണിന് കരിപ്പുള്ളവര്, കണ്ണ് തീവ്രം കയറുന്നവര്, ചെടിക്ക് കേൾവിയില്ലാത്തവര്, തൊണ്ടയിൽ മുഴയുള്ളവർ, തൈറോയിഡ്, ടോൺസൈറ്റ്, കർത്താവ് എല്ലാ രോഗങ്ങളുടെ പേരും കർത്താവിൽ ആധിപത്യം ഉറപ്പിക്കട്ടെ. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. ഉന്നതമായ നാമത്തിൽ സകലത്തിൻ്റെയാണ് ദൈവശക്തി അതിൽ സ്വസ്ഥം പ്രാപിക്കട്ടെ. ഒരു വീണ്ടും മൗനമായി പ്രാർത്ഥിക്കുന്ന, ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മൗനമായി പ്രാർത്ഥിക്കുന്നു. സ്ഥലം, അളവ്, ഭാഗ ഉടമ്പടി, വഴിയില്ലാത്ത അവസ്ഥകള്, വീട് വെക്കാൻ പറ്റാത്ത അവസ്ഥകള്, എവിടേക്കാണ് നിനക്ക് നിന്റെ സ്വസ്ഥവും സമാധാനപൂർവമായ ജീവിതത്തിന് തടസ്സമുള്ളത്, അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അനുസരണയില്ലാത്ത തെറ്റായ പ്രണയബന്ധങ്ങളിൽ കുടുങ്ങിപ്പോയ മക്കള്, അവരെക്കുറിച്ച് വേദനിക്കുന്ന മാതാപിതാക്കന്മാര്, എപ്പിലെപ്സി രോഗങ്ങള്, ഹൈപ്പർ ആക്ടിവിറ്റി, ഒട്ടിസം രോഗങ്ങള് എല്ലാം കർത്താവിന്റെ വിശുദ്ധമായ രക്തത്തെ തളിക്കപ്പെട്ടുകൊണ്ട് ഈ ആൾക്കാർക്ക് ഒരു സാക്ഷ്യം പറയാനുള്ള അടയാളം കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ.
ഇരിക്കുക. നമ്മുടെ ഉള്ളിൽ ദൈവം ജീവിക്കുന്നത് 3 തരത്തിൽ വരും. ആക്ടിവേഷൻ സംഭവിക്കുന്നത് ദിസ് പ്രസൻസ് ആക്ടിവേഷൻ, ദൈവസാന്നിധ്യത്തിൻ്റെ ആക്ടിവേഷൻ 3 തരത്തിൽ വരും. അതെല്ലാം മാസ്റ്ററായിട്ട് സംഭവിക്കുന്നത് അഭിഷേകമാണ്. അഭിഷേകത്തിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അഭിഷേകത്തിൻ്റെ മീൻസുകൾ, അഭിഷേകത്തിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അനോയിൻറ്റിങ്. ഈ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അനോയിൻറ്റിങ് ആരാധനയുടെ പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. ഇൻസ്ട്രുമെൻ്റ് ഓഫ് അനോയിൻറ്റിങ്. അപ്പം ഞങ്ങളെപ്പോഴും ആരാധന നടത്തുമ്പോൾ അതിനകത്ത് 3-4 ഇൻസ്ട്രുമെൻ്റ് ഇട്ടാണ് നടത്തുന്നത്. ഒന്ന് പാട്ട്. കൃപാസനം ആരാധനയുടെ മെയിൻ സംഭവം പാട്ടാണ്. പാട്ടെന്ന് പറയണത് അച്ഛൻ ധ്യാനം നടത്തി എവിടെയെങ്കിലും പോയിരിക്കും, പാട്ടുകാർ ഓർക്കസ്ട്ര പോലെ നടത്തും. അതല്ല, ആരാധനയും പാട്ടും കൈയും കാലും പോലെ ഒരു ബോഡിയാണ്. ഈ ബോഡിയാണ് ആരാധന സമൂഹത്തിലേക്ക് വരുന്ന. അതായത് ചിലപ്പോൾ അഭിഷേകം കിട്ടണവർ അങ്ങ് പാടിപ്പോവും. 4 വരിയെ പാടത്തുള്ളൂ. എന്താ കാര്യം? ആ 4 വരിയുടെ അകത്ത് എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന 4 വരികളാണ്. ഇത് ഇൻസ്ട്രുമെൻ്റാണ്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുമ്പോൾ അനോയിൻറ്റിങ്ങിന് ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് എപ്പോഴാണിത് ഇത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കണമെന്നറിയാവോ? ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അനോയിൻറ്റിങ്, അഭിഷേകത്തിൻ്റെ ഒരു ഉപകരണമാണിത്. ഈ സംഗീതം എന്ന് പറയണത്. ഈ സംഗീതം നിങ്ങളിൽ ദൈവസ്നേഹമാണ് നിറയണമെങ്കിൽ ആദ്യം ഇതൊക്കെ അറിവിൻ്റെ തലത്തിലേ നിൽക്കത്തുള്ളൂ. പിന്നീട് ബോധ്യത്തിൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വന്നിട്ടാണ് പിന്നീട് അഭിഷേകം ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. ആദ്യം ഇത് അറിവിൻ്റെ തലത്തിൽ നിൽക്കും. നമ്മൾ ആരാധിക്കുകയാണെന്നുള്ള അറിവിൻ്റെ തലത്തിൽ നിൽക്കും. പിന്നെ അറിവ് ഇങ്ങനെ പതുക്കെ ദൈവസ്നേഹം കൂടുന്നതനുസരിച്ച് കൊണ്ട് നമുക്ക് കൺവിഷൻസ് കിട്ടും. നമ്മൾ ആരാധിക്കുന്നത് ഒരു പ്രസ്ഥാനത്തെ അല്ല, ഒരു പ്രതിഭാസത്തെ അല്ല, ഒരു പേഴ്സണെയാണ് ആരാധിക്കണമെന്ന് മനസ്സിലാകും. പിന്നീട് ആത്മാവ് പറയും, ദ പേഴ്സൺ യു അഡോർ, നിങ്ങൾ ആരാധിക്കുന്ന വ്യക്തി ചുമ്മാ ഒരു വ്യക്തിയല്ല, ഹീസ് ദ റിസൺ ലോർഡ് ആണെന്ന് പറയും. എന്ന് വെച്ചാൽ അവൻ കർത്താവാണ്. അവനെങ്ങനെ കർത്താവായി? അവൻ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരാജയമായ മനുഷ്യരാശിയുടെ മനുഷ്യവംശത്തിൻ്റെ പരാജയമായ ആത്യന്തിക പരാജയമായ മരണത്തെ അവൻ സ്വന്തം ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് തോൽപ്പിച്ചുകൊണ്ട് അവൻ ജീവന്റെയും മരണത്തിൻ്റെയും കർത്താവായവനാണ്. ശ്രുതികട്ടെ അധരം കൊണ്ട് പ്രഖ്യാപിക്കാനുള്ള വലിയ അഭിഷേകം. We are speaking about the instruments of anointing. അതായത് അഭിഷേകത്തിൻ്റെ ഉപകരണങ്ങൾ. അതിലൊന്നാണ് സംഗീതം. അപ്പോൾ എന്താ സംഗീതം? സംഗീതം ഒരു ഇൻസ്ട്രുമെൻസാണ്. അതിലൂടെയാണ് ദൈവികമായ ശക്തി. നമ്മൾ ദൈവത്തിൻ്റെ 2 കാര്യങ്ങളാണ് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഇലക്ട്രോണിക് തരംഗങ്ങളായിട്ടല്ലേ ബ്രോഡ്കാസ്റ്റിംഗ് സംഭവിക്കുന്നത്. ശബ്ദതരംഗങ്ങളെ ഇലക്ട്രോണിക് തരംഗങ്ങളായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വീണ്ടും അത് ശബ്ദതരംഗങ്ങളായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ടി വിയിലൊക്കെ പിക്ചർ കാണുക ചെയ്യും. അവിടെ ഡിജിറ്റലായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് പോലെ തന്നെ നമ്മൾക്ക് ദൈവികമായ ശക്തി നമ്മളിലേക്ക് വരുന്നത് 2 രീതിയിലാണ്. ഒന്ന് ശക്തിയായിട്ട് വരും, ഒന്ന് സ്നേഹമായിട്ട് വരും. അത് നമുക്ക് ആദ്യം ഫീൽ ചെയ്യണത് ദൈവസ്നേഹമായിട്ടാണ് ഫീൽ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ഫോർമാറ്റ് മാത്രമാണ് വിശ്വാസം. വിശ്വാസത്തിലാണ് ഇതെല്ലാം വർക്കൗട്ട് ചെയ്യണത്. പിന്നീട് സ്നേഹമായിട്ടത് കൺവേർട്ട് ചെയ്യുമ്പോൾ സ്നേഹത്തിൻ്റെ മുന്തിയ ഏതോ ഒരു നിലവാരത്തിലാണ് ഇത് അഭിഷേകം സംഭവിക്കുന്നത്. പക്ഷേ അഭിഷേകം സംഭവിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ പ്രകരണങ്ങളുടെ ആവർത്തനങ്ങളിലൂടെയാണ് അഭിഷേകം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പാട്ടുകൾ 4 വരി പിന്നെയും പാടി പിന്നെയും പാടി പിന്നെയും പാടി. അത് എന്താ കാര്യത്തിൽ? അതിന് ആവർത്തനവും അഭിഷേകവും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്.
അപ്പം നിങ്ങളത് അറിയണം. കാര്യം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നീട് വർക്കൗട്ട് ചെയ്യും. ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ആരും ആവർത്തിക്കാതെ തന്നെ മനസ്സിത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് സംഗീതത്തിന് അതുപോലെ തന്നെ ഇപ്പം ജപമാല എന്താണ്? ആവർത്തനാഭിഷേകത്തിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ജപമാല. കാര്യം എന്തുകൊണ്ടാണ് അതായത് 5 ദൈവവചനങ്ങൾ അടുക്കി വെച്ചിട്ടാണ് ജപമാല ഷൂട്ട് ചെയ്യണത്. നന്മ നിറഞ്ഞ മറിയാമെന്നുള്ള ഒറ്റ പ്രാർത്ഥനയിൽ 5 വേർഡ് ഓഫ് ഗോഡാണ് ഉള്ളത്. അതിൻ്റെ അകത്ത് മനുഷ്യവചനങ്ങളൊന്നുമില്ല. ഫുൾ ആൻഡ് ഫുൾ വേർഡ് ഓഫ് ഗോഡാണ്. ഈ വേർഡ് ഓഫ് ഗോഡ് എന്ത് ചെയ്യും? വിശ്വാസി ദൈവസ്നേഹത്തോടെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന അനുസരിച്ച് കൊണ്ട് അത് ചില മണ്ടന്മാർ ചോദിക്കത്തില്ലേ, പിന്നെ ഈ പ്രാർത്ഥന തന്നെ എപ്പോഴും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാ കാണിക്കാനാണ്? എന്തിനാ വേണ്ടിയാണ്? പ്രാർത്ഥന എല്ലാ അനുഭവത്തിനുള്ളതാണ്. അനുഭവം നടക്കുന്നത്, അനുഭവത്തിൻ്റെ ഒരു തലമാണ് അഭിഷേകം എന്ന് പറയുന്നത്. അത് ആവർത്തനത്തിലൂടെയാണ് നടക്കുന്നത്. നന്മ നിറഞ്ഞ പറയത്തിന് 5 വചനങ്ങൾ ആവർത്തിച്ച് കഴിയുമ്പോൾ എന്താണ് ഇതിൻ്റെ നെറ്റ് ഇഫക്റ്റ്? നിങ്ങൾക്ക് ഇൻ കേസ് ഇപ്പം എന്തെങ്കിലും ഒരു വിഷമസന്ധി ചെന്ന് പെട്ടെന്ന് നിങ്ങൾ ഇപ്പോൾ ഡോക്ടർ നിങ്ങളുടെ ചെക്ക് വെച്ച് പറഞ്ഞ് നമുക്ക് ഒരു TMD എടുത്താൽ എന്താ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു കാർഡിയാക് ടെസ്റ്റ് നടത്തിയാൽ എന്താ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഉടനെ വേർക്കും. പക്ഷേ അഭിഷേകമുള്ള ആൾക്കാർ വേർക്കത്തില്ല. അവർ നന്മ നിറഞ്ഞ് പറയുന്നത് ചൊല്ലിക്കൊണ്ടിരിക്കും. അതാണ് വിഷയം. പ്രാർത്ഥനയുടെ ഉദ്ദേശം അതാണ്. അതായത് ഇൻ കേസ് ഈ പ്രാർത്ഥന അഭിഷേകം എല്ലാം വരണത് നമ്മളൊരു പ്രത്യേകമായ ഒരവസ്ഥയിൽ ഏറ്റവും വലിയ തിരിച്ചറിവ് എന്താ? ഏറ്റവും വലിയ അവയർനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും വലിയ അവയർനെസ് എന്ന് പറയുന്നത് എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഏറ്റവും വലിയ അനുഭവം എന്താ? ഏറ്റവും വലിയ അനുഭവം എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ. എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ എന്ന് ഒരു വ്യക്തിക്ക് ഒരു കാലത്തും തോന്നിയിട്ടില്ലെങ്കിൽ അയാളൊരു വിശ്വാസിയല്ല ശരിക്കും. എനിക്ക് വേറെ ആരൊക്കെയുണ്ട്, എൻ്റെ കടങ്ങൾ, എൻ്റെ രോഗങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ കേസുകൾ ഒക്കെ സംരക്ഷിക്കാനും തിരക്കാനും നോക്കി നടത്താനും എനിക്ക് ഉപദേശവും നിർദ്ദേശവും തരാൻ ആരൊക്കെയോ ഉണ്ടെന്ന് നിനക്ക് വിചാരിച്ചാൽ നീ ഇപ്പോഴും ഒരു മനുഷ്യനായി തന്നെ അങ്ങ് നിലനിൽക്കുകയാണ്. നിനക്ക് ദൈവത്തിൻ്റെ ഒരു ആവശ്യം അവിടെ ഇല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ദൈവാനുഭവത്തിലേക്കുള്ള വഴികളിൽ പോകുന്നതനുസരിച്ച് കൊണ്ട് എക്സ്ട്രാക്ഷൻസ് സംഭവിക്കും. അഭിഷേകത്തിന് മുമ്പ് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ ദൈവം ഡിറ്റാച്ച് ചെയ്ത് കളയും. ചിലപ്പോൾ അവർ മരിച്ചു പോകും, ചിലപ്പോൾ അവർ നമ്മളോട് പിണങ്ങി മാറും, ചിലപ്പോൾ അവർക്ക് ട്രാൻസ്ഫർ ആകും, ചിലപ്പോൾ അവർ നമ്മുടെ സ്നേഹബന്ധം ഉപേക്ഷിക്കും. ഈ ഡിറ്റാച്ച്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ് ഇടിപെട്ട് സമയമാണതൊക്കെ. നിങ്ങളവർക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റിയ സമയമാണെന്ന് അല്ലല്ല, അതിജീവിക്കാൻ പറ്റിയ സമയമാണ്. കൈയിട്ടിച്ച് കർത്താനും ഞങ്ങളുടെ ജീവിതത്തിലെ തകർച്ചകൾ വരുമ്പോ അതിജീവിക്കുവാനുള്ള വലിയ ആത്മാഭിഷേകം നീ മാത്രം മതിയെന്ന് പ്രഖ്യാപിക്കാനുള്ള വലിയ കൃപ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മാതാവ് വഴി ഈശോ ഞങ്ങൾക്ക് തന്നു. ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ആയിരം നന്ദി പറഞ്ഞു. അതുപോലെ ഞാൻ വചനം വായിക്കുന്നതിലും
ജപമാല ചെല്ലുന്നത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ആ കൂട്ടായ്മയിലെ ആൻറ്റിയുമായിട്ട് ഞാൻ ഇടയ്ക്കിടെ ഞങ്ങൾ വീട്ടിൽ ജപമാല അതുപോലെ ദീപികാരുണ്യക്കൊന്ത, പിന്നെ സ്നേഹക്കൊന്ത, കാരുണ്യക്കൊന്ത, ഇതെല്ലാം ഒന്നിച്ച് ഞങ്ങളെല്ലാ ബുധനാഴ്ചകളിലും വീട്ടിൽ ചെല്ലാറുണ്ട്. അങ്ങനെ ഈശോ തന്ന ഈ അനുഗ്രഹത്തിന്, മാതാവ് വഴി തന്ന അനുഗ്രഹത്തിന്, കൃപാസനമ്മ വഴി തന്ന അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. ഞാൻ കാരുണ്യ പ്രവർത്തികളെ, ഞങ്ങൾക്ക് കടയുണ്ട്, ബേക്കറിയാണ്. ആ ബേക്കറിയിൽ പോയി നിന്ന് ഞാൻ എല്ലാവരോടും മാതാവിനെക്കുറിച്ച് പറഞ്ഞ്, ഇവിടുത്തെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞ്, അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഞാൻ പത്രവിതരണം അവിടെ നിന്ന് നടത്തും. അവിടെ വരുന്ന കസ്റ്റമേഴ്സിനും അവിടെ വരുന്ന കമ്പനിക്കാർക്കും ഒക്കെ ഞാനങ്ങനെ പത്രവിതരണം നടത്തും. പിന്നെ എൻ്റെ അയലൊക്കത്ത് ഒക്കെ കൊടുക്കും. പിന്നെ ഞങ്ങളുടെ കൂട്ടായ്മകളിൽ കൊടുക്കും. അങ്ങനെ ഞാൻ പത്രവിതരണം നടത്തിയിട്ടുണ്ട്. പിന്നെ അനാഥാലയങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങളും പൈസയും അങ്ങനെ എല്ലാം കൊടുക്കും. പിന്നെ ചോറ് പൊതി ഉണ്ടാക്കി ഞാൻ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തു വിടാറുണ്ട്. അങ്ങനെ ഒത്തിരി. പിന്നെ വീട്ടിൽ വരുന്ന സഹായം യാചിച്ചുകൊണ്ട് വരുന്ന, ആവശ്യം വന്ന് കരുതുന്ന എല്ലാവർക്കും എന്നെക്കാളും കൂടുതൽ എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ മകനും ചെയ്യാറുണ്ട്. ഞങ്ങളങ്ങനെ എല്ലാ കാര്യങ്ങളും ദൈവത്തോട് ഒന്നിച്ച് എല്ലാം സന്തോഷമായി പോകാൻ നല്ലൊരു മകനെയും ആണ് ഈശോ എനിക്ക് തന്നിരിക്കുന്നത്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. യേശുവെ നന്ദി, അമ്മേ മാതാവേ 1000 നന്ദി. ഇന്ന് ഈ ദിവസം ഈ ആൾത്താരയിൽ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി തീർത്തതിന് 1000 നന്ദി. ഞാൻ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് എൻ്റെ ഈ കുഞ്ഞിനെ ലഭിച്ച, ഈ കുഞ്ഞിനെ കിട്ടിയ ഒരു അനുഭവത്തെക്കുറിച്ചാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞത് 2015-ലാണ്. 16 ഞങ്ങൾക്ക് നോർമലായിട്ടൊരു ഹെൽത്തി ബേബീനെ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആവുകയും, പക്ഷേ ഞങ്ങൾക്ക് അബോർഷനായി. അത് കഴിഞ്ഞിട്ട് പിന്നെ 2019 ഒരു നോർമലായിട്ടുള്ള പ്രഗ്നൻസി വന്നു. പക്ഷേ അതിൽ ഞങ്ങൾക്ക് കുഞ്ഞിനെ 36ാമത്തെ ആഴ്ചയിൽ നഷ്ടപ്പെടുകയും, അത് ഒരു ദിവസം പെട്ടെന്ന് മൂവ്മെൻറ്റ്സ് ഇല്ലാതെ വന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ, അതൊരു പെൺകുഞ്ഞിനെ ഞങ്ങൾക്ക് നഷ്ടമായി. അതിലൂടെ എനിക്കും, ഇത് എൻ്റെ സഹോദരി ഭർത്താവാണ്. എൻ്റെ ഭർത്താവ് ഇവിടെ ഇല്ല, അപ്പോൾ മെൽബണിലാണ്, വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ടും വിഷമത്തിലായിരുന്നു. അങ്ങനെ ആ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി കൃപാസന മാതാവിനെക്കുറിച്ചും ഈ ഉടമ്പടിയെക്കുറിച്ചുമൊക്കെ ഞാൻ കേട്ടത്. അന്ന് ഞാൻ ഒത്തിരി ഒന്നും വിശ്വസിച്ചില്ല. പക്ഷേ എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ മനസ്സിൽ അന്നും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പ്രഗ്നൻ്റായി. അതും അബോർഷനായി. അത് കഴിഞ്ഞ് ഒന്നോടെ പ്രഗ്നൻ്റായി, അതും അബോർഷനായി. ഞാൻ പെട്ടെന്ന് പ്രഗ്നൻസി ആവുന്നുണ്ട്, പക്ഷേ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ഡോക്ടറെ കണ്ടപ്പോൾ എല്ലാ ടെസ്റ്റുകളും നടത്തി, അതെല്ലാം നോർമലാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇത് വേറെ എന്തോ ഒരു ദൈവഹിതമുണ്ട് ഇതിൽ. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് കൃപാസന മാതാവിൻ്റെ കാര്യവും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് ഞാൻ അഴുക്കുന്നു പോകുവാണോ എന്നുള്ള ഒരു ചിന്ത എനിക്ക് എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ ഞാൻ ഓൺലൈനിൽ, ആ സമയത്ത് കോവിഡിൻ്റെ സമയമായിരുന്നു. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഇങ്ങനെ, ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാനൊന്നും പറ്റത്തില്ലാത്ത ഇതായിരുന്നു, ലോക്ക്ഡൗണൊക്കെ ആയിരുന്നുകൊണ്ട് ആ സമയത്താണ് ഓൺലൈൻ ഉടമ്പടിയൊക്കെ ഇവിടെ തുടങ്ങിയത്. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. 2019 സെപ്റ്റംബറിൽ ഉടമ്പടി എടുത്തു. ഡിസംബറിൽ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും 2020 ഒക്ടോബറിൽ അമ്മയുടെ മാസമായ ആ മാസത്തിൽ തന്നെ ഈ കുഞ്ഞിനെ എനിക്ക് ഡെലിവറി ആകുന്നതിനും സാധിച്ചു. ഈ കുഞ്ഞിൻ്റെ പ്രഗ്നൻസിയിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. കുഞ്ഞിന് ഗ്രോത്ത് കുറവാണ്. അപ്പോൾ എന്നും എല്ലാ കുറച്ച് ഫ്രീക്വൻ്റായിട്ട് സ്കാനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു, മോണിറ്ററിങ്ങും. അപ്പോൾ ഓരോ ദിവസവും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ടെൻഷനാണ്, ഹാർട്ട് ബീറ്റ് കാണുമോ, എന്തായിരിക്കും ഇതെന്ന കുഞ്ഞിൻ്റെ അവസ്ഥ എന്ന്. അപ്പോൾ അന്നേരം എല്ലാം ഞാൻ മാതാവിൻ്റെ കൊന്തയും കൈ പിടിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയാണ് പോകുന്നത്. പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോഴും പ്രാർത്ഥന ചൊല്ലി, ഇത് പ്രാർത്ഥനയൊക്കെ ചൊല്ലിയാണ് ഞങ്ങൾ സ്കാനിങ്ങിന് എല്ലാത്തിനും പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കുഞ്ഞുണ്ടായി. കുഞ്ഞിന് വെയിറ്റ് കുറവായിരുന്നാലും
കുഞ്ഞ് എല്ലാം ഹെൽത്തി ആയിരുന്നു. അതുകൊണ്ട് NICUലൊന്നും ഇടേണ്ട വരുന്നില്ല.